അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കേരള വിഷൻ പ്രേക്ഷകർക്കും ഇസ്ലാം അറിവിലേക്ക് ഹാർദമായ സ്വാഗതം. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള് വജഅലൽ ളുലുമാതി വന്നൂർ സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅ്ദിലൂൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ വമൗലാനാ മുഹമ്മദിൻ അഷ്റഫിൽ അംബിയാ വസയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും സഖ്റ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 കാര്യങ്ങൾ ഭൗതിക ജീവിതത്തിൽ ഒരാൾക്ക് നൽകപ്പെട്ടാൽ ആ 4 സവിശേഷ ഗുണങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അവൻ പരലോക ജീവിതത്തിൽ നിർഭയനായിരിക്കും, സുരക്ഷിതനായിരിക്കും, രക്ഷപ്പെട്ടവനായിരിക്കും. അവിടെ നിന്ന് പറഞ്ഞു, മൻ ഊതിയ ഫശക്കറ, എന്തെങ്കിലും അനുഗ്രഹം ലഭിച്ചാൽ അതിന് നന്ദി ചെയ്യുന്ന സ്വഭാവമുണ്ടാവുക. 2 വബുത്തുലിയ ഫസ്വബറ, എന്തെങ്കിലും പരീക്ഷണങ്ങളോ വിഷമങ്ങളോ കഷ്ടനഷ്ടങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടായാൽ ഫസ്വബറ, അതിൽ ക്ഷമ കാണിക്കുക, ക്ഷമിക്കുന്നവനായിരിക്കുക. 3 വലമ ഫസ്തഗ്ഫറ, സ്വാഭാവികമാണ്, മനുഷ്യനാണ്, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കും. തനിക്ക് തെറ്റുപറ്റി എന്ന് ബോധ്യപ്പെട്ടാൽ അതിന് മാപ്പ് ചോദിക്കുക, മാപ്പ് ചോദിക്കുന്ന സ്വഭാവം. 4 വലുലിമ ഫഗഫറ, തന്നോട് ആരെങ്കിലും തെറ്റ് ചെയ്താൽ അത് ക്ഷമിച്ചു കൊടുക്കുക, പുറത്തു കൊടുക്കുക. താൻ തെറ്റ് ചെയ്താൽ ക്ഷമ ചോദിക്കുക, തന്നോട് മറ്റാരെങ്കിലും തെറ്റ് കാണിച്ചാൽ തിന്മ പ്രവർത്തിച്ചാൽ അവർക്ക് പുറത്തു കൊടുക്കുക, ക്ഷമിച്ചു കൊടുക്കുക. ഈ 4 ഗുണങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായാൽ ഉലായിക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, ഇവർ തീർച്ചയായും സന്മാർഗചാരികളാണ്, ഇവർ പരലോക ജീവിതത്തിൽ നിർഭയരാണ്, സുരക്ഷിതരാണ്, അവർക്ക് ഒരു ശിക്ഷയും നരക ശിക്ഷയൊന്നും ഉണ്ടാവുന്നതല്ല എന്ന് മഹാനായ പ്രവാചകൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ ചിലർക്ക് മാത്രം നൽകുന്ന മഹത്തായ ഗുണങ്ങളാണിത്. അപൂർവം ആൾക്കാർക്ക് മാത്രമാണ് അതിമഹത്തായ ഈ സ്വഭാവ മഹിമകൾ, സ്വഭാവവിശേഷണങ്ങൾ ആർജിക്കുവാൻ സാധിക്കുക. കാരണം ഈ പറഞ്ഞ 4 എണ്ണവും ഉദാത്തമായ, അത്രമാത്രം ഉദാത്തമായ ഗുണങ്ങളാണ്. സജ്ജനങ്ങളിൽ മാത്രമാണിത് കാണപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സജ്ജനങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ലോക ജനതയെ തികഞ്ഞ സദാചാര ബോധമുള്ളവരായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 23 വർഷത്തെ പ്രവാചകത്വ ജീവിതം മുഴുവൻ വിനിയോഗിച്ചത്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനാധ്വാനം ചെയ്തത് ജനങ്ങളിൽ സദാചാരബോധം, സൽഗുണങ്ങൾ, സ്വഭാവ മഹിമകൾ, ഉത്തമ വിശേഷണങ്ങൾ, ഉത്തമ ഗുണങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം നന്മ നിറഞ്ഞതും സുന്ദരവും മാതൃകാപരവുമായ ഒരു സമൂഹം രൂപം കൊള്ളണമെങ്കിൽ ജനത മഹിതമായ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. ഇവയിൽ ഒന്നാമതായി മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചത് നന്ദി എന്നുള്ള ഗുണവിശേഷണമാണ്. ശുക്ർ എന്നാണ് അറബിയിൽ നന്ദിക്ക് പറയുക. ശുക്ർ അത്യുത്കൃഷ്ടമായ ഒരു സ്വഭാവ ഗുണമാണ് നന്ദി എന്നുള്ള സ്വഭാവം. അള്ളാഹുവിൻ്റെ പ്രത്യേക ഔദാര്യം ലഭിച്ചവർക്ക് മാത്രം ലഭിക്കുന്ന സവിശേഷമായ ഗുണമാണ് നന്ദി. കേൾക്കുമ്പോൾ നമുക്ക് നിസ്സാരമായി തോന്നിയേക്കാം, പക്ഷേ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് തന്നെ മനസ്സിലാകും നന്ദി എന്നുള്ള ഗുണം
കൃതജ്ഞതാ നിർഭരമായ ഒരു മനസ്സ്, ഒരു ഹൃദയമുള്ളവർ എത്ര സൗഭാഗ്യവാന്മാരാണ്. സമൂഹത്തിൽ നന്മ വളർത്തുവാൻ വേണ്ട മഹത്തായ ഗുണമാണ് നന്ദി. നന്ദിയുള്ളവരായി തീരുക. മഹാനായ ഇമാം ഒസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, അഷ്കുറുൽ ഇബാദി അഹബ്ബുഹും ഇലല്ലാഹി വാഖറബഹും ലില്ലാ. സൃഷ്ടികളിൽ നന്ദിയുള്ളവരോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം. അല്ലാഹുവിൻ്റെ അടുപ്പക്കാരും അവരാണ്. ഹൃദയത്തിൽ നന്ദി നിറച്ച് സൂക്ഷിക്കുന്നവർ, അവരെയാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക. അല്ലാഹുവിന് അടുപ്പവും അവരോടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, മാ യഫ്അലുല്ലാഹു ബി അദാബിക്കും ഇൻ ശക്കർതും വ ആമൻതും. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും നാഥന് നന്ദി ചെയ്യുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഒരിക്കലും ശിക്ഷിക്കുന്നതല്ല. നമുക്ക് പരിശോധിക്കാം. വ്യക്തികളാകട്ടെ, സമൂഹമാകട്ടെ, രാഷ്ട്രങ്ങളാകട്ടെ, അവരിൽ അല്ലാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിന് കാരണം നന്ദികേട് കാണിക്കുന്നത് മാത്രമാണെന്ന് വളരെ വിശദമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. നന്ദി എപ്പോഴും എല്ലാവരിലും, വ്യക്തികളിലും, രാഷ്ട്രങ്ങളിലും, സമൂഹങ്ങളിലും, കുടുംബങ്ങളിലും, സംഘങ്ങളിലും എല്ലാം വേണ്ട അത്യാവശ്യ ഗുണമാണ്. വകദാലിക ഫത്തന്ന ബഅദഹും ബിബഅദിൻ ലിയഖൂലു അഹാഉലായി മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിനാ അലൈസല്ലാഹു ബിഅലമു ബിശ്ശാകിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് ഒട്ടേറെ അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ ചില ആളുകൾ ചോദിക്കുന്നത് കാണാം, എന്തുകൊണ്ടാണ് അല്ലാഹു നമുക്ക് തരാതെ അവർക്ക് മാത്രം കൊടുക്കുന്നത്? നമുക്ക് കിട്ടാത്ത ഈ അനുഗ്രഹങ്ങൾ അവർക്കെല്ലാം ലഭിക്കുന്നത് എന്താണെന്ന് ജനങ്ങൾ ചോദിക്കും. സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറയുന്നു. മറുപടിയും അല്ലാഹു പറയുന്നു, അലൈസല്ലാഹു ബിഅലമ ബിശ്ശാകിരീൻ. നന്ദി ചെയ്യുന്നവരെയും ചെയ്യാത്തവരെയും അല്ലാഹുവിന് വ്യക്തമായി അറിഞ്ഞുകൂടെ? അതായത് ആ വിഭാഗത്തിന് ഇവരെക്കാൾ അനുഗ്രഹം കിട്ടാൻ കാരണം അവർ നന്ദി ചെയ്തത് കൊണ്ട് മാത്രമാണ്. നന്ദിയുള്ളവർക്ക് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നന്ദിയുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടി ഇരട്ടി അനുഗ്രഹങ്ങൾ നൽകും. അതിൽ മറ്റുള്ളവർ അസൂയപ്പെട്ടിട്ടോ ദുഃഖിച്ചിട്ടോ പരിതപിച്ചിട്ടോ കാര്യമൊന്നുമില്ല എന്നാണ് പടച്ചവൻ്റെ വാക്ക്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. അല്ലാഹു പറയുന്നു, മനുഷ്യരെ നാം രണ്ട് വിഭാഗമായി തിരിച്ചിരിക്കുന്നു. ഇമ്മാ ഷാക്കിറ, ഒരു വിഭാഗം നന്ദിയുള്ളവരാണ്. വ ഇമ്മാ കഫൂറ, രണ്ടാമത്തെ വിഭാഗം കാഫിരീങ്ങളാണ്. കാഫിർ എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഇതിനു മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർ ആ പദത്തിൽ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈ സൂക്തത്തിൽ, ഈ ഖുർആൻ വചനത്തിൽ അല്ലാഹു സ്പഷ്ടമായി തന്നെ അതിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്നുണ്ട്. ഷാക്കിറിൻ്റെ ഓപ്പോസിറ്റാണ് കാഫിർ. ഷാക്കിർ എന്ന് പറഞ്ഞാൽ നന്ദി ചെയ്യുന്നവൻ, കാഫിർ നന്ദി ചെയ്യാത്തവൻ. ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിൽ ജീവൻ്റെ തുടിപ്പും കണികയും സൃഷ്ടിച്ച് അവൻ അസ്തിത്വം നൽകി അവനെ പടച്ച് അത്ഭുതകരമായി സൃഷ്ടിച്ച ആ തമ്പുരാനെ മനസ്സിലാക്കാതെ തമ്പുരാന് നന്ദി ചെയ്യാൻ നടക്കുന്നവൻ കാഫിർ. നന്ദി ചെയ്യുന്നവൻ ഷാക്കിർ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നാം ആലോചിച്ച് നോക്കുക. എത്രമാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു വാരി നിറച്ചിരിക്കുന്നത്. ആ അനുഗ്രഹങ്ങളിൽ മുങ്ങിക്കുളിച്ച് അവ ആവോളം ആസ്വദിച്ച് യഥേഷ്ടം അത് മുഴുവനും ഉപയോഗിച്ചിട്ട് ആ നാഥനെ അറിയുകയും നന്ദി കാണിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അവനെ കാഫിർ, നന്ദി കെട്ടവൻ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കുക? പാരേ നരർക്കു നീ സ്വർഗമായി തീരുവാൻ അല്ലാഹു നിന്നെ പടച്ചു വച്ചു. എന്തെന്ത് ചന്തങ്ങൾ ചാർത്തിയവൻ നിന്നിൽ, എന്തെല്ലാം നിന്നിൽ പടച്ചു വച്ചു. സ്വച്ഛമാം വായു ശ്വസിക്കുവാൻ, ഭൂമുഖം സ്വച്ഛന്തമായി വിഹരിക്കുവാൻ, സസ്യസസ്യേതര ഭക്ഷണം തിന്നുവാൻ, സ്ഫടിക സമാന ജലം കുടിപ്പാൻ. കണ്ണഞ്ചിപ്പോകും അകൃത്രിമ കാഴ്ചകൾ
വിണ്ണിലെ താരകാവൃന്ദങ്ങളും വർണ്ണിക്ക വയ്യാ പ്രപഞ്ചമേ നിന്നിലെ എണ്ണിയൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ. നാം നമ്മുടെ ചുറ്റിലേക്കും ഒന്ന് നോക്കുക. നാം പിറക്കുന്നതിനും എത്രയോ മുമ്പ് നമുക്ക് താമസിക്കുവാനായി ഭൂമിയെ താമസയോഗ്യമാക്കി അള്ളാഹു പടച്ചു. കോടാനുകോടി ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമൊക്കെയുണ്ട്. മറ്റൊരു ഗ്രഹത്തിലും മനുഷ്യവാസം സുസാധ്യമല്ല. മനുഷ്യനാവശ്യമായ ശുദ്ധജലം, മനുഷ്യനാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ, അതിനുവേണ്ടി സസ്യലതാദികൾ, മൃഗങ്ങൾ, ജന്തുക്കൾ, പറവകൾ എല്ലാറ്റിനെയും പടച്ച് ഭൂമിയിലെ ജീവിതം ഇത്ര സുഖകരമാക്കി തന്നത് അള്ളാഹു അല്ലാതെ മറ്റാരാണ്? ഇവിടെയല്ലാതെ വായുവില്ല, ഓക്സിജൻ, ജീവവായു ഭൂമിയിലല്ലാതെ മറ്റെങ്ങുമില്ല. ഇവിടെയല്ലാതെ ഇത്ര സസ്യലതാദികൾ, വൻമരങ്ങൾ വളരുന്നില്ല. എല്ലാ നിലയിലും മനുഷ്യയോഗ്യമാക്കി തന്നു. കഴിക്കാൻ ഭക്ഷണം, കുടിക്കാൻ ജലം, ധരിക്കാൻ വസ്ത്രം, സഞ്ചരിക്കാൻ വാഹനം, മുകളിൽ ആകാശമെന്ന മയൽക്കൂര, ആകാശത്ത് നിന്ന് സമൃദ്ധമായി മഴ വർഷിക്കുന്നു. എത്ര വലിയ സംവിധാനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു വച്ചത്. ഇതൊക്കെ കണ്ടിട്ടും അറിഞ്ഞിട്ടും ഇവിടെ ജീവിച്ചിട്ടും ആ തമ്പുരാനെ മനസ്സിലാക്കാതെ, ആ മഹാസൃഷ്ടാവിനെ അറിയാതെ, ആ ദൈവം തമ്പുരാനെ മനസ്സിലാക്കാതെ ജീവിക്കുന്നവൻ നന്ദി കെട്ടവൻ. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. മനുഷ്യരിൽ ഒരു വിഭാഗം നന്ദി ചെയ്യുന്നവർ, സൃഷ്ടാവിനെ അറിഞ്ഞവർ. രണ്ടാമത്തെ കാഫിർ, സൃഷ്ടാവിനെ അറിയാത്തവർ, നന്ദി കെട്ടവർ. കാഫിർ എന്നുള്ള പദത്തിന് മോശമായ ഒരു പദമോ അശ്ലീലമായ പദമോ പരിഹാസമായ പദമോ അല്ല. നന്ദിയുള്ളവൻ, നന്ദിയില്ലാത്തവൻ. പാരെ നരർക്കു നീ സ്വർഗമായി തീരുവാൻ അള്ളാഹു നിന്നെ പടച്ചു വച്ചു. എന്തെന്തു ചന്തങ്ങൾ ചാർത്തിയവൻ നിന്നിൽ, എന്തെല്ലാം നിന്നിൽ പടച്ചു വച്ചു. സ്വച്ഛമാം വായു ശ്വസിക്കുവാൻ ഭൂമുഖം, സ്വച്ഛന്തമായി വിഹരിക്കുവാൻ സസ്യേതര ഭക്ഷണം തിന്നുവാൻ, സ്ഫടിക സമാന ജലം കുടിപ്പാൻ. കണ്ണഞ്ചിപ്പോകും അകൃത്രിമ കാഴ്ചകൾ, വിണ്ണിലെ താരകാവൃന്ദങ്ങളും വർണ്ണിക്ക വയ്യാ പ്രപഞ്ചമേ നിന്നിലെ എണ്ണിയൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ. ഈ മനോഹര ലോകം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടിയെന്ന് കവി ചോദിച്ചത് വെറുതെയല്ല. ഇത്ര മനോഹരമായ ഒരു വാസസ്ഥലം മറ്റൊരു ഗ്രഹത്തിലുമില്ല, പ്രപഞ്ചത്തിലെങ്ങുമില്ല. ഇതെല്ലാം തന്ന സൃഷ്ടാവിന് തല കുമ്പിട്ട് വണങ്ങേണ്ടതിന് പകരം ആ സൃഷ്ടാവിനോട് ധിക്കാരം കാണിക്കുന്ന, അവിടുത്തെ നിയമങ്ങൾ ധിക്കരിക്കുന്ന, അവിടത്തേക്ക് അനിഷ്ടം പ്രവർത്തിക്കുന്ന, അവിടത്തോട് അധർമ്മം കാട്ടുന്ന, ജീവിതത്തിൽ അനീതി കാട്ടുന്ന ജനത, അവരെ കാഫിർ, നന്ദി കെട്ടവൻ എന്നല്ലാതെ എന്താ വിളിക്കുക? സർവ്വലോക സൃഷ്ടാവിനെ അറിയാത്തവരെല്ലാം കാഫിറാണ്, അറിയാത്തവരെല്ലാം നന്ദി കെട്ടവരാണ്. അവർ പേരിൽ മുസ്ലിമായിട്ട് കാര്യമൊന്നുമില്ല. മുസ്ലിം കാഫിർ എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സൃഷ്ടാവിനെ അറിയുന്നവൻ, സൃഷ്ടാവിനെ അറിയാത്തവൻ. എല്ലാം തന്ന സർവ്വലോക സൃഷ്ടാവ്, ആ സൃഷ്ടാവിനെ അംഗീകരിക്കാത്തവൻ, തനിക്ക് കിട്ടുന്ന ഉപകാരങ്ങൾക്ക് കൃതജ്ഞതയില്ലാത്തവൻ, നാം ഈ പറഞ്ഞതിൽ ഏത് വിഭാഗത്തിലാണ് എന്ന് നന്നായി ആലോചിക്കുക. നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാറുണ്ടോ? നമുക്കാരെങ്കിലും ഉപകാരം ചെയ്താൽ നന്ദി ചെയ്യാറുണ്ടോ? നന്ദി സ്ഫുരിക്കുന്ന, തുളുമ്പുന്ന ഒരു മനസ്സ് നമുക്കുണ്ടോ? അതോ ഉപകാരം ചെയ്യുന്നവർക്ക് നാം പ്രത്യുപകാരം ചെയ്യുന്നതിന് പകരം ഉപദ്രവം ചെയ്യുന്നവരാണോ? നാം ഷാക്കിറിലാണോ കാഫിറിലാണോ എന്ന് ശരിക്കും ചിന്തിക്കുക. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലെ രണ്ടാമത്തെ ഉത്തരാധികാരിയാണ്, ഖലീഫയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് രാത്രിയിൽ വേഷപ്രച്ഛന്നനായി നാട് മുഴുവൻ സഞ്ചരിച്ച് ജനങ്ങളുടെ അവസ്ഥ അദ്ദേഹം പരിശോധിക്കുമായിരുന്നു. നല്ല ഭരണാധികാരികൾ എക്കാലത്തും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ജനക്ഷേമ താൽപ്പര്യമുള്ള ഭരണാധികാരികൾ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ രാത്രിയിൽ
ഇങ്ങനെ ഒറ്റയ്ക്ക് വേഷം മാറി സഞ്ചരിച്ച് മദീനയുടെ ഒരു പ്രാന്തപ്രദേശത്തെത്തി. അവിടെ എത്തുമ്പോൾ ഒരു ഗ്രാമത്തിൽ തൻ്റെ വീട്ടിൻ്റെ കോലായിൽ ഒരു മനുഷ്യൻ പായ വിരിച്ച് നമസ്കരിക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. ഉമറിന് വലിയ സന്തോഷം തോന്നി. ലോകം മുഴുവൻ സുഷുപ്തിയിലാണ്ട് സുന്ദരമായി സുഖമായി മയങ്ങുന്ന ഈ സമയത്ത് ഒരാൾ മാത്രം എഴുന്നേറ്റ് സർവ്വലോക സൃഷ്ടാവിന് നന്ദി ചെയ്തുകൊണ്ട് സാഷ്ടാംഗം ചെയ്തുകൊണ്ട് നമസ്കരിച്ച് നന്ദി കാണിക്കുന്നു നല്ലൊരു ഭക്തൻ. ഉമർ നടന്ന് തളർന്നിരുന്നു. ഉമർ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ ചെന്ന് ആ ഭക്തൻ്റെ പിന്നിൽ ഒരു തൂണിൻ്റെ മറവിൽ പോയി ഒളിച്ചു നിന്നു. ഇയാളുടെ നമസ്കാരം എങ്ങനെയാണ്, നമസ്കാരം കഴിഞ്ഞയാൾ വല്ലതും പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനായി നോക്കി നിന്നു. കുറേ സമയം അദ്ദേഹം നമസ്കാരത്തിൽ ഏർപ്പെട്ടു. നമസ്കാരമെല്ലാം പൂർത്തിയായതിനു ശേഷം അദ്ദേഹം കൈ ഉയർത്തി സർവ്വലോക രക്ഷിതാവിനോട് ദുആ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അദ്ദേഹം അധിക കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പ്രാർത്ഥനയിൽ ഒരു വാചകം മാത്രം അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹുമ്മ ഇജ്അൽനി മിനൽ ഖലീൽ, അല്ലാഹുമ്മ ഇജ്അൽനി മിനൽ ഖലീൽ. പടച്ച തമ്പുരാനെ, ആ ന്യൂനപക്ഷത്തിൻ്റെ കൂടെ എന്നെ നീ ഉൾപ്പെടുത്തണമേ, ആ കുറഞ്ഞ സംഘത്തിൻ്റെ കൂടെ എന്നെയും ഉൾപ്പെടുത്തണമേ. ഇത് തന്നെ ഇദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഇത് കേട്ട ഉമറിന് അതിശയം തോന്നി. എല്ലാവരും ആളുകൾ കൂടുതലുള്ള വിഭാഗത്തിൽ നിൽക്കാനാണല്ലോ താല്പര്യപ്പെടുക, ഭൂരിപക്ഷത്തിനാണല്ലോ ഭരണം കിട്ടുക, ഭൂരിപക്ഷത്തിൻ്റെ കൂടെ നിൽക്കാനാണല്ലോ എല്ലായ്പ്പോഴും ജനങ്ങളെല്ലാം ശ്രമിക്കുക. ഈ മനുഷ്യൻ മാത്രമെന്താണ് ന്യൂനപക്ഷത്തിനോടൊപ്പം കുറഞ്ഞ ആൾക്കാരോടൊപ്പം എന്നെ ചേർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് ഉമറിന് സംശയം തോന്നി. കുറേ നേരമായപ്പോൾ ഉമർ അദ്ദേഹത്തിൻ്റെ ചുമലിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു, സഹോദര, നിങ്ങൾ ഉറക്കച്ചടവോടുകൂടി പ്രാർത്ഥിക്കുകയാണോ? നിങ്ങൾ ഉറക്കപ്പിച്ചാണോ പറയുന്നത്? എന്താണ് പറയുന്നതെന്ന് അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയുണ്ടായി. അപ്രതീക്ഷിതമായി പാതിരാത്രിയിൽ തൻ്റെ വീടിൻ്റെ മുന്നിൽ ഖലീഫയെ, രാജ്യത്തെ ഭരണാധികാരിയെ കണ്ട ആ പ്രജ ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്നാൽ അടുത്ത നിമിഷം സ്വബോധം വീണ്ടെടുത്ത്, പ്രജ്ഞ വീണ്ടെടുത്ത് അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞാൻ വളരെ ബോധപൂർവം ചിന്തിച്ച് തന്നെയാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, ഉറക്കച്ചടവോടുകൂടിയല്ല. അപ്പോൾ ഉമർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അല്ലാഹുമ്മ ഇജ്അൽനി മിനൽ ഖലീൽ, പടച്ചവനെ, ആ കുറഞ്ഞ ആൾക്കാരുടെ കൂടെ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന് നീ പ്രാർത്ഥിക്കുന്നതിൻ്റെ പൊരുളെന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സബ എന്ന അധ്യായം അതിലെ 13-ാമത്തെ വചനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്, വ ഖലീലുൻ മിൻ ഇബാദിയ ഷക്കൂർ. എൻ്റെ ദാസന്മാരിൽ നന്ദി കാണിക്കുന്നവർ പരിമിതമാണ്, എൻ്റെ ദാസന്മാരിൽ നന്ദി കാണിക്കുന്നവർ വിരളമാണ്, വളരെ കുറവാണ് എന്ന് അള്ളാഹു പറഞ്ഞ് അങ്ങ് ശ്രദ്ധിച്ചോ? ആ കുറഞ്ഞവരുടെ കൂട്ടത്തിൽ, അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമറുൽ ഫാറൂഖിന് അപ്പോഴാണ് ഖുർആനിൽ ഇങ്ങനെയൊരു വചനമുണ്ടല്ലോ എന്ന് പോലും ഓർമ്മ വന്നത്. അദ്ദേഹം തലയിൽ 2 കൈയും വെച്ചിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ കുല്ലുന്നാസി ആലമു മിൻ ഉമർ. പടച്ചവനെ, ജനങ്ങൾക്കെല്ലാം ഉമറിനേക്കാൾ വിവരമുണ്ടല്ലോ, ഉമറിനേക്കാൾ കാര്യങ്ങൾ അറിയാമല്ലോ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വ ഖലീലുൻ മിൻ ഇബാദിയ ഷക്കൂർ. എൻ്റെ ദാസന്മാരിൽ, എൻ്റെ സൃഷ്ടികളിൽ, എൻ്റെ അടിമകളായ മനുഷ്യരിൽ എനിക്ക് നന്ദി ചെയ്യുന്നവർ തുലോം പരിമിതമാണ്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് നന്ദി കാണിക്കുക. നാം ശരിക്കും ചിന്തിക്കണം, നാം നന്ദി കാട്ടുന്നവരാണോ? നമുക്കാരെങ്കിലും ഉപകാരം ചെയ്താൽ പ്രത്യുപകാരം ചെയ്യുന്നവരാണോ? നമ്മളോട് ആരെങ്കിലും ഒരു നല്ല വാക്കോ നല്ല പ്രവൃത്തിയോ നല്ല പുഞ്ചിരിയോ തന്നാൽ പകരം തിരിച്ച് അത്രയുമെങ്കിലും കൊടുക്കുന്നവരാണോ നമ്മൾ? സൃഷ്ടാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് നാം പ്രത്യുപകാരമായി നന്ദി കാട്ടുന്നുണ്ടോ? സൃഷ്ടാവിനെ അനുസരിക്കുകയും വഴങ്ങുകയും ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ നാം ആലോചിക്കണം. അള്ളാഹു പറഞ്ഞത് സ്പഷ്ടമാണ്, ലോക ജനങ്ങളിൽ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവർ എപ്പോഴും വളരെ കുറവായിരിക്കും. മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സൂചിപ്പിച്ചുകൊണ്ട് അനേകം വചനങ്ങൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് വിശദീകരിക്കാം. അള്ളാഹുവിൻ്റെ സൃഷ്ടാവിനും സൃഷ്ടികൾക്കും നന്ദി ചെയ്യുന്ന കൂട്ടത്തിൽ
റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരുമനയൂരിൽ നിന്നും സീനത്ത് മുഹമ്മദ് കുട്ടി എന്ന സഹോദരി ഒരു ചോദ്യം എഴുതി അയച്ചിരിക്കുന്നു. ചോദ്യം ഇതാണ്: ഇസ്ലാം മത വിശ്വാസികൾ ഈസാ നബിയെ പ്രവാചകന്മാരിൽ ഒരാളായി വിശ്വസിക്കുന്നു. എന്നാൽ ക്രൈസ്തവ വിശ്വാസികൾ ഈസാ നബിയെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം സംഭവിച്ചത്? സീനത്ത് മുഹമ്മദ് കുട്ടി ഒരുമനയൂരിൽ നിന്ന് ചോദിച്ച ഈ ചോദ്യം ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് ജനങ്ങളെ കാലാകാലം നന്മയിലേക്ക് നയിക്കുവാൻ 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പ്രവാചകൻ ആദം അലൈഹിസ്സലാം, അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിക്ക് തൊട്ട് മുമ്പായി വന്ന പ്രവാചകനാണ് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സൃഷ്ടിയാണ്. മനുഷ്യ സ്പർശനമേൽക്കാതെ പിതാവില്ലാതെ മറിയമിൽ പിറന്ന വിശുദ്ധനായ പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാമെന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാമിനെ ജൂതന്മാർ കുരിശിൽ തറയ്ക്കാനായി പരിശ്രമിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ വാനലോകത്തേക്ക് ഉയർത്തിയെന്നും ഇനി ലോകാവസാനത്തിന് മുമ്പായി ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നും അന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വം മുസ്ലിമീങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കണമെന്നും അവസാനം അദ്ദേഹം മദീനയിൽ വെച്ച് മരണപ്പെടുമെന്നും പ്രവാചകൻ്റെ സമീപത്ത് തന്നെ ഖബറടക്കപ്പെടുമെന്നും പരിശുദ്ധ പ്രവാചകൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, പ്രവാചകൻ്റെ ഖബറിന് സമീപത്ത് ഒരു ഖബറും ഒരുക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇത് മുസ്ലിങ്ങളുടെ വിശ്വാസം. എന്നാൽ ക്രൈസ്തവ സഹോദരങ്ങൾ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിനെ ദൈവമായിട്ടും ദൈവപുത്രനായിട്ടുമൊക്കെ വിശ്വസിക്കുന്നു. അതവരുടെ വിശ്വാസം. വിശ്വാസത്തിൽ സ്വാഭാവികമായിട്ടും ഇത് നൂറ്റാണ്ടുകൾക്കിടയിലുള്ള മതങ്ങളാണ്. ഇസ്ലാമിനും ക്രിസ്ത്യാനിസത്തിനും ഇടയിൽ 600 വർഷത്തെ ഇടവേളയുണ്ട്. വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ നൂറ്റാണ്ടുകൾക്കിടയിൽ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ ഒക്കെ സംഭവിച്ചതുകൊണ്ട് സ്വാഭാവികമായി വിശ്വാസങ്ങളിൽ വ്യത്യാസം വന്നിരിക്കും. അവർക്കവരുടെ വിശ്വാസം, ഇവർക്കിവരുടെ വിശ്വാസം. അവരവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ഒരു ക്ലാഷോ സംഘർഷമോ ഇതിൻ്റെ പേരിൽ ഒരു വൈരാഗ്യമോ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇനിയും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ഇസ്ലാം അറിവ്, കേരള വിഷൻ, കടവന്ത്ര, കൊച്ചിൻ 20. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം ഇതേ സമയം കേരള വിഷനിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.